നമ്മളിപ്പോൾ ചെളിക്കുഴി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പത്തനംതിട്ട നമ്മുടെ കോന്നിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഇതുള്ള സ്ഥലം. കല്ലേലി വില്ലേജിലാണ് സംഭവം ഉള്ളത്. നമുക്ക് ബൈക്ക് അവിടം വരെ പോകത്തുള്ളൂ. പിന്നെ തിരിച്ചതാ ഇങ്ങോട്ട് ഇനി കുറച്ച് നടക്കാനുണ്ട്. വേറെ ഇതൊരു ഹിഡൻ സ്പോട്ട് പോലെയുള്ളതാണെന്ന് തോന്നുന്നത്. വേറെ അങ്ങനെ എന്താ ദിശാ ബോർഡോ അല്ലെങ്കിൽ സൈൻ ബോർഡൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലാം മിക്ക വാട്ടർഫാൾസിൻ്റെ അവിടെയൊക്കെ ഒരു ബോർഡൊക്കെ കാണുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഈ ചെളിക്കുഴി വാട്ടർഫാൾസ് എന്നുള്ളത്. ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാണ്ട് നമുക്ക് പതുക്കെ മുകളിലോട്ട് പോകാം. വഴി തെറ്റിയാണെങ്കിൽ തിരിച്ച് നടക്കണം. വായോ, ചെറിയൊരു വഴി കേട്ടോ. അയ്യോ, ക്യാപ്പ് വയ്ക്കണം കേട്ടോ. കുറച്ചും കൂടി ദൂരമുണ്ട്. ഇതല്ലെങ്കിൽ തേഞ്ഞു ഗെയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വന്നപ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ എത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വഴി തെറ്റിപ്പോയെന്നും. താഴെ വേറൊരു വഴിയും കൂടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതാവനാണ് കേട്ടോ ചാൻസ്. അതല്ല, അത് തന്നെ ആയിരിക്കണം. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനോട് താഴെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ചുമ്മാ രണ്ടുപേരും കൂടെ നടന്നു ക്ഷീണിക്കണ്ടല്ലോ. ഇനി നമുക്ക് പതുക്കെ ഇനി താഴോട്ട് വന്ന ദൂരം അത്രയും ഇറങ്ങിപ്പോണ്ടി വരും ഗൈസ്. നമ്മൾ ആ ചെറുകുഴി വാട്ടർഫാൾസിലോട്ട് പോകേണ്ട വഴി 2 വഴി ഇവിടെ നമ്മൾ വരുമ്പോൾ കാണും. നമുക്ക് റൈറ്റ് സൈഡിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി പോകരുത്, അത് തെറ്റാണ്. ഞാൻ ആദ്യം ആ വഴിയാണ് പോയത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു വഴിയുണ്ട്. ഈ വഴി കൂടെയാണ് കേട്ടോ പോകേണ്ടത്. കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അത് വഴി അല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ട് പിന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു വഴിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോയാൽ മതി. വഴി മാറിപ്പോരുത്. ഇതാണ് കേട്ടോ വഴി. ഈ വഴി വേണം പോവാൻ. ഈ വാട്ടർഫാൾസിൻ്റെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നോക്കി ചാടിക്കടന്ന് ഇതിൻ്റെ അങ്ങോട്ട് പോകണം. കാഴ്ചയിൽ നമുക്ക് വഴിയായിട്ട് തോന്നില്ല. പക്ഷേ ഈ പാറയുടെ ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ആ മരം കണ്ടോ, ആ മരം കിടന്ന് അങ്ങോട്ട് പോകണം. അതാണ് വഴി കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഓർക്കുക. നോക്കി വരണേ. സപ്പോർട്ട് വേണോ? വഴി ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടാണ് കേട്ടോ. ഇത് ഭയങ്കര കുറച്ച് പേരൊക്കെ അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോൾ ഈ വഴി ആയിരിക്കും എന്നുള്ള ഗസ് ചെയ്ത് ആദ്യത്തെ വഴി പോയത്. പക്ഷേ തെറ്റിപ്പോയ കേട്ടോ. ഈ വഴി ആവാനാണ് ചാൻസ്. വേറെ വഴി കാണാൻ ചാൻസ് ഇല്ല. ഓ, പേര് പോലെ തന്നെ ഇതൊരുമാതിരി. അയ്യോ, ഇതൊക്കെ കടന്നു വേണം പോവാൻ. അയ്യോ, അസലി ട്രക്കിങ്. യെസ്, ഇത് തന്നെയാണ് കേട്ടോ വഴി. അടിപൊളി വ്യൂ ആണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. കണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ല. അയ്യോ, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ കാണാം. എൻ്റെ ഫ്രണ്ടും കൂടെ പറഞ്ഞേ ഉള്ളൂ. അവനും കൂടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനുശേഷം നിങ്ങളും കൂടെ കാഴ്ച ഉണ്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. മസ്റ്റായിട്ട് വരേണ്ട ഒരു കുഞ്ഞൻ സ്പോട്ടാണ് കേട്ടോ. ഹിഡൻ സ്പോട്ടെന്ന് വേണമെങ്കിൽ പറയാം. വരുന്ന വഴി കുറച്ച് പാടാണ്. ഇടയ്ക്ക് ഈ തടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം അമ്മയും അച്ഛനൊക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പയ്യനും കൂടെ നടന്ന് എത്താറായി. നമ്മൾ ജസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പോകുന്നതായിരുന്നു പ്ലാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ പയ്യന്മാർ വിളിച്ച് പറയാണ്. ചുമ്മാ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ട് കാര്യമില്ല, ചെന്ന് കുളിച്ചിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പോകാനെന്ന്. ഇതാണ് മനോഹരമായ ചാലിക്കുഴി വാട്ടർഫാൾസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു പ്രത്യേക ഭംഗി. ആ ഒരു വെള്ളം വീഴാൻ നമുക്ക് അവിടെയൊക്കെ പോയി കുളിച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടിരിക്കും. വന്നത് എന്തായാലും ഈ ഒരു കുഞ്ഞ് ഹിഡൻ സ്പോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. നമ്മൾ പിന്നെ വേറെ ഡ്രസ്സുകളൊന്നും എടുത്തില്ല. അതുകൊണ്ട് എങ്ങനെ കുളിക്കുമെന്നുള്ള കേസിൽ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ അല്ലേ. ഇതാണ് അപ്പോൾ നമ്മുടെ ചാലക്കുഴി വരുന്നത്. പൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വഴി നമ്മുടെ കോന്നി അടവിയിലൊക്കെ വരികയാണെങ്കിൽ പറഞ്ഞ വഴി തന്നെയാണ്. അപ്പോൾ ഇവിടെയും കൂടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. വാക്കുകൾ കൊണ്ട് എത്ര തന്നെ
വർണ്ണിച്ചാലും നമ്മളെ ഈ പ്രകൃതിയുടെ ഈ മനോഹാരിത നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു വാട്ടർഫാൾസ്. ആ ഒരു വ്യൂ ഒക്കെ നോക്കി എന്ത് രസമാണ്. നമുക്കിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ അങ്ങനെ എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്രാവലൊക്കെ പോകും കേട്ടോ. അപ്പോൾ മനസ്സിനൊരു ഒരു ഒരു ആശ്വാസം കിട്ടും. അതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഇറങ്ങാറുണ്ട്. അങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക എന്താ ഒരു പോസിറ്റീവ് എനർജി പോലെ കേട്ടോ. ഇനി പതുക്കെ നമുക്ക് എന്താ പറയുക അതൊന്ന് അനുഭവിച്ചറിയാം. പിന്നെ വേറെ ബർമുടിയും തോർത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പതുക്കെ കയ്യിലുള്ള റെയിൻകോട്ട് ഇട്ട് കുളിക്കുന്ന ആദ്യത്തെ ആളായിരിക്കും വാട്ടർഫാൾസിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും. എങ്ങനെയുണ്ട് ഈ പ്ലേസ്? ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് ഒന്നും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴേ വീണ്ടും അങ്ങോട്ട് എന്തോ ആകർഷിക്കുന്ന പോലെ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഒരു പ്രത്യേക എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഒരു തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മാതിരി ഒരു സാധനം നൈസ് ചേട്ടാ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും വന്ന് ഇവിടെ എൻജോയ് ചെയ്യണം. കാരണം നല്ല നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ അങ്ങനെ വലിയൊരു സ്പോട്ടായിട്ട് ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കുറവാണ്. അതാ നമ്മൾ വന്നതിന് ശേഷം ഒരു കുറച്ച് പയ്യന്മാരെ ഗ്യാങ്സും ഉണ്ടായിരുന്നു. അവർ പോയതിന് ശേഷം ഇപ്പോൾ ആൾമോസ്റ്റ് 1.5 മണിക്കൂർ 2 മണിക്കൂറായി. ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൈവസിൻ്റെ കേസിൽ ഒരു കാര്യം വേണ്ട. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. കുളിച്ച് സെറ്റ് ചെയ്തിട്ട് പോവാം കേട്ടോ. മുടി കുറച്ച് വളർന്നത് അപ്പോൾ ക്യാപ്പ് വെച്ചാലേ അല്ലെങ്കിൽ ക്യാപ്പ് വെച്ചില്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പടം. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇനി അടുത്ത പോകാൻ പോകുന്നത് വീഡിയോയിൽ കാണാം. ബൈ. ഇവിടുന്ന് യാത്ര തിരിക്കാനായിട്ടോ. എന്നും ഓർക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങളുമായിട്ട് നല്ലൊരു അനുഭവം കേട്ടോ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ആ വെള്ളം വീഴുന്ന ഭാഗത്തും നമ്മുടെ അങ്ങോട്ട് ആ വാട്ടർഫാൾസ് വീഴുന്നതിൻ്റെ അങ്ങോട്ട് കയറുന്ന ആ ഒരു ഏരിയയിലൊക്കെ ആ പാറയിലൊക്കെ നല്ല രീതിക്ക് വഴുക്കലുണ്ട്. അപ്പം നിങ്ങൾ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഓടിയൊന്നും ചെന്ന് കയറി കൊടുക്കല്. പതുക്കെ സമാധാനത്തിൽ നോക്കിയൊക്കെ കയറാവൂ. അല്ലെങ്കിൽ സ്ലിപ്പായി വന്ന് വീഴും, എന്തെങ്കിലുമൊക്കെ പറ്റും. അഥവാ മാത്രമല്ല നിങ്ങളിപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ അറിയാമല്ലോ, ഇവിടെ അടുത്തൊന്നും ഒരൊറ്റ മനുഷ്യരില്ല. കുറച്ച് പാടായിരിക്കും ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ. അതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിട്ടിരിക്കണം. പിന്നെ റേഞ്ചിൻ്റെ പ്രശ്നം ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പം അത് എല്ലാം കൂടെ ഒന്ന് ഓർക്കണം, ശ്രദ്ധിക്കൂ. നല്ലൊരു വഴിയാണ്, നല്ലൊരു പ്ലേസാണ്, നല്ലൊരു അനുഭവമാണ്, നല്ലൊരു അനുഭൂതിയാണ്. അനുഭൂതിയാണ് അങ്ങനെ എന്തല്ലേ പറയണേ, അനുഭൂതി. എന്തായാലും കൊള്ളാം. നേരെ ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലോട്ട്. നമ്മുടെ പയ്യെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പ്ലേസ് കണ്ട്. നല്ല രസം കേട്ടോ. ഒരു പ്രത്യേക ഭംഗി. ആ റബ്ബർ മരങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക ചെറുതായിട്ടിങ്ങനെ വെയിൽ, അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ടൊരു പ്രകാശമൊക്കെ വരുമ്പോൾ ഒരു നൈസ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എവിടേക്കോ മയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കൂടെ ഒക്കെ ആയപ്പം നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ അതാ ഈ ഒരു വഴി കണ്ടില്ലേ, ഒരു പ്രത്യേക രസമല്ലേ ഇത് കാണാൻ. ഞാൻ ഒന്ന് കുറച്ചങ്ങോട്ട് നടന്നിടന്ന് പോയാട്ടോ. നല്ലൊരു സ്പോട്ട്. നല്ല എന്താ പറയുക കുറച്ച് നേരം ഇവിടെ പിന്നെ റിലാക്സ് ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പോവാം. പിന്നെ കുറച്ച് നല്ല രീതിക്ക് വിശപ്പുണ്ട്, അതുകൊണ്ട് അധികം നേരം സ്പെൻഡ് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.